ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബെൻസിസുൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോണ ഗെയിമാണ് ഗ്രാനി ചാപ്റ്റർ 3. ബേസിക്കലി നമ്മളിതെല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഗ്രാനി അമ്മച്ചിയും കൂടി വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ സാധാരണ ഗ്രാൻഡ് പെൻ ഇട്ടല്ലേ കളിച്ചത്. ഈ പ്രാവശ്യം നമുക്ക് ഗ്രാനി അമ്മച്ചീനെ തന്നെ എടുക്കാം. ഓക്കെ, ഗെയിം സ്റ്റാർട്ടാവട്ടെ. പിന്നെ ഗൈസ്, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് പതുക്കെ ഗെയിമിലേക്ക് തുടങ്ങാം. ലോഡിങ് വേഗം ലോഡാവടാ. അപ്പോൾ ഗൈസ്, ലൈക്ക് അടിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബും ഷെയറും ആ ബെൽ ബട്ടൺ അങ്ങോട്ട് നിൽക്കേര്. ഓ ഗൈസ്, ഇതെല്ലാം കറക്റ്റാണോ ഞാൻ നോക്കണേനു. ഓക്കെ, തുറക്ക്. ആദ്യത്തെ ദിവസം എല്ലാ ഡോറും അതെ, എനിക്കിതേ ഇഷ്ടമില്ലാത്ത. ആദ്യത്തെ ദിവസം എല്ലാത്തിലും അത് ഇങ്ങനെ ഇട്ട് തുറക്കണം. ജയിലെല്ലാത്തിലും ഉണ്ട്, പക്ഷെ ആദ്യത്തെ ദിവസം വേറെ ഡോറുകളൊക്കെ ഇങ്ങനെ. അയ്യോ, ഇങ്ങോട്ടും ഉണ്ടോ. നമുക്ക് ഗ്രാനി ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ നമുക്ക് താഴത്ത് ഒച്ച ഉണ്ടാക്കിയിട്ട് താഴത്ത് ഗ്രാനിയെ ഗ്രാൻഡ് പേ ഉണ്ടെങ്കിൽ ഗ്രാൻഡ് പേയും വരട്ടെ വിളിച്ചിട്ട് നമുക്ക് മറ്റേ വഴി കൂടെ പോകാം. എനിക്ക് മനസ്സിലായി. ഓക്കെ, അടച്ചോ. എന്താണെന്ന് പറയാം, മടക്കണം. അപ്പം ഗ്രാനി വരുമ്പോൾ ആ ശബ്ദം കേൾക്കുമല്ലോ. ഓ തേങ്ങ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒളിച്ചു നോക്കണം. ഓക്കെ, ഗ്രാനി വരും. അത് പൊട്ടിച്ചിടാം. അയ്യോ, കണ്ട്. കണ്ടില്ല. ഓ, ഇവിടെ ഉണ്ടോ വടി മുടിച്ച്. അപ്പോൾ ഗൈസ്, നമുക്ക് ആ ഡോറ് ഒന്നും കൂടി തുറന്നിട്ട് അടക്കാൻ പോവാം. അതാണ് ബെറ്റർ. വേഗം കൊടുക്കടാ. അപ്പോൾ വരുമ്പോൾ സിഗ്നൽ കിട്ടും. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് നൈസായിട്ട് പോവാം. പോയി വിട്ടോ വണ്ടി വിട്ടോ. പോട്ടെ. പൊതിച്ചിട്ട് എന്താ കിട്ടണമെന്നോ. അപ്പാപ്പം വരുമോ? അപ്പാപ്പം വന്നാൽ പൊളിഞ്ഞ്. അപ്പാപ്പം ഒന്നുമില്ല, കളം വന്നിട്ടില്ല. കളം വന്നിട്ടില്ല ഗൈസ്. അതുകൊണ്ട് വലിയ സീനില്ല. ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇന്ന് തിങ്കളാഴ്ച. ഇന്ന് ദീപാവലി ആണല്ലേ. അപ്പം എല്ലാവർക്കും ഹാപ്പി ദീപാവലി. പോട്ടെ. ദീപാവലിക്ക് ഗ്രാനി. പൊളി. അതിൻ്റെ ഈ പൊതിക്കണേൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഗ്രാൻഡ് പേണെന്ന് വിചാരിച്ചു ഗൈസ്. കോയിൻ കിട്ടി. തേങ്ങ ഉണ്ടോ? പാഡ്ലോക്കിയാ. പാഡ്ലോക്ക് അത്യാവശ്യം പാടാണ്. കണ്ടാടാ, ഇത് യൂസ് ചെയ്യണം. ഇതാണ് മെയിൻ പ്രശ്നം. വേഗവ്. പോട്ടെ. തുറന്നു. ഓക്കെ, ഇവിടെ ആരുമില്ലല്ലോ. തുറന്നിട്ടേക്കണു. ആരുമില്ല. ഞാൻ ഫുള്ളും ചെക്ക് ചെയ്തിട്ടൊക്കെയാണ്. തുറക്കടാ. ഇവിടെ ഒന്നും ഇല്ലല്ലേ. എന്താള്ളേ? എടാ മോനെ, വെപ്പൺ കിട്ടിയടാ. വെപ്പൺ കീയടാ. കിട്ടി പൊളി. വെപ്പൺ കീ സെറ്റേട്ടാ. ഒരു പാൻ. വെപ്പൺ കീ മാത്രമേ ഉള്ളൂ.
അത് പോട്ടെ. ഈ വഴി പോവാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇനിയിപ്പോൾ ആ ഇട്ട ശബ്ദം കേട്ട് അവരങ്ങാട്ട് പോവും. ആ ഗ്രാനിയെ കേൾക്കാൻ വഴിയുള്ളൂ. കിളവൻ കിളവൻ കിളവൻ്റെ പോക്കുണ്ടോ കിളവൻ? കിളവി. ശേ അവരെവിടെ ഇവിടെ ഇവിടെ എവിടെ? മാഞ്ഞു പോയോ? എവിടെ? ശബ്ദം. ചിലപ്പോൾ ശബ്ദം കേട്ട് പോയിട്ടുണ്ടാവും. നമുക്ക് കിളവനെ ഫോളോ ചെയ്താലോ? കിളവനെവിടെ? സ്ഥലത്തി വര പോയി. കിട്ടി. ആരുമില്ല. കളറാവട്ടെ. ഓക്കെ ഗൈസ്, പോവാം. പക്ഷേ കളവൻ അയാളിനെ ഏതുപോലത്തെ താങ്ങണ്? എവിടെ പുള്ളി? എൻ്റെ മോനെ ഗ്രാനി വന്നേക്കണ്. സീൻ നിന്റെ മോനെ ഗ്രാനി വന്നേക്കണ്. സീൻ പോയ അമ്മച്ചി പോയി. കിളവനും കളവിയും പോയിട്ടുണ്ട്. എൻ്റെ ഇതിൽ കല്ലില്ലട്ടാ. അതും വേറെ സ്ക്രീൻഷോട്ടിൽ കല്ലില്ലടാ. മെയിൻ പ്രശ്നം. കോയിൻ. നമ്മൾ ട്രെയിൻ എസ്കേപ്പാണ് കേട്ടോ ചെയ്യണത്. എടാ ഞാനത് പറയാൻ വിട്ടു. നമ്മൾ ട്രെയിൻ എസ്കേപ്പാണ് കേട്ടോ ചെയ്യണത്. ട്രെയിൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗേറ്റ് എസ്കേപ്പും ചെയ്യാം. എനിക്കെന്തോ തോന്നി ഗ്രാനി ഒന്നും കൂടി ഒന്ന് അപ്പാപ്പനല്ലാണ്ട് ഗ്രാനിനൊന്നിട്ട് കളിക്കണമെന്ന്. ഗേറ്റ് എസ്കേപ്പ് ചെയ്യാം. ആടാ കണ്ട്. ആരാണിത്? തലയും പൊക്കി വടിപ്പത്തല പോലെ നോക്കണ്. സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണ്. പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കണ്ടാവും. പോയിട്ടുണ്ടാവും. വര. എടാ വേഗം എനിക്ക് കറങ്ങിയൊക്കെ എണീക്കണം. ആടാ പെട്ടു. ഞാൻ പറഞ്ഞില്ല അവിടെ എല്ലായിടത്തുണ്ടാവും. കല്ല് കെട്ടി. ഹെയ് ഇവിടെ അമ്മച്ചി എന്നാ പിടിച്ചോ. ഓരോരുത്തത്തിന് കുറവുണ്ട്. ഓക്കെ ഇവിടെ എന്നാ പിന്നെ അപ്പാപ്പനെ പൊട്ടിച്ചാലോ? ഇവിടെ നിന്ന് എടുക്കാൻ പറ്റി കൊള്ളായിരുന്നു. കുഞ്ഞൊന്നും എടുക്കണം. എന്താണ് വരാത്ത? അവിടെ കിടന്ന് തിളങ്ങണ്. മൂലക്കൊയി കിടന്ന് തിളങ്ങണ്. എള്ളുണ്ടാവില്ലേ കല്ലിനെ കണ്ടിട്ട്? പല പൂവേ. ഹേയ് എവിടെയാണത്? എവിടെ? അപ്പാപ്പോ എവിടെയാണ്? പുള്ളിക്കാരൻ കിടന്ന് ചാച്ചിട്ടുണ്ടാവും. ഇല്ല, പുള്ളിക്കാരനെ വരുത്തിയാൽ മതി. പുള്ളിക്കാരൻ എപ്പോഴും ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും. ഈ ഭാഗത്തുനിന്ന് വരുള്ളൂ. ആ ഭാഗത്തുനിന്നാ?
ഓ അപ്പാപ്പോ വെടി വെക്കാൻ എന്നിട്ട് ഉരുണ്ട ഉണ്ടാവുള്ളൂ. ആ രണ്ടുണ്ട ഉണ്ടല്ലോ. ഓഫ് പിശുക്ക് തരം മാറിയെന്ന് തോന്നുന്നു. നേരത്തെ എല്ലാ കളിക്കും എപ്പോഴും ഉണ്ടാവും ഉരുണ്ട. കാക്കൊക്കെ എന്തോ ലിവറാ. കാക്കനെ വെടി വെച്ചിരുന്നുണ്ടെന്ന് അത്രയും നല്ലത്. അത്രയും നല്ലത് അതാണ്. കാക്കേനെ വെടി വെച്ചിട്ട് കഴിഞ്ഞാൽ കാക്ക തീർന്ന്. അടുത്തിടയിൽ കാക്ക ഉണ്ടാവും, പക്ഷേ ഇപ്പം ഈ എൻ്റെ അതിലുള്ള ലിവറില്ലേ അത് നമുക്ക് എടുത്ത് മാറ്റിക്കണം. അയ്യോ തൂക്ക് പോലെ ആട് വന്നോളൂ. ഇതെടുത്ത് നമ്മളിപ്പോൾ തന്നെ മാറ്റണം. കാക്കേനെ അതാ ബെറ്റർ, വേറെ വഴിയില്ല. അതോടെ അത് താഴെ കിടക്കട്ടെ, അതാ നല്ലത്. ഇപ്പം നമ്മൾ കളിക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഇടിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനീനെയും ഗ്രാൻഡ്പേനെയും ഒന്ന് ഡെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ സ്ക്രീൻ ഷോട്ടും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇപ്പം അതുങ്ങൾ എൻ്റെ പുറകെ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് വരും. അതാണ് ഈ ഹാർട്ട് ബീറ്റ് കിടന്ന് ഇടിക്കണം. എൻ്റെ പുറകെ അങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഗ്രാൻഡ് പെൻ ഇട്ടാളെ കളിച്ചിട്ടുള്ളത്. ഗ്രാൻഡ് മാത്രം വന്നിട്ട് എടുത്ത് രണ്ടെണ്ണോ ഇനി മുന്നേ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. എടാ ഗ്രാനി പോന്നു അത് കാലേ കൂടി ഓടി വന്ന്. അവിടെ ആകെ ഒരു ഉണ്ട്. അമ്മച്ചി ബാ ഇങ്ങോട്ട് വന്ന പിടി. കിളവിൻ്റെ അടുത്ത് എണ്ണ വെക്കണ അത്രയും സേഫ് അല്ല കേട്ടാ. ചിലപ്പോൾ അത് എടുത്തുകൊണ്ട് വരും. ബോധം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എടുത്തുകൊണ്ട് വരും. ഒരു ദിവസം എൻ്റെ കയ്യിൽ സ്ലിൻ ഷൂട്ട് എടുത്തിട്ട് ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കയറി പോണായിരുന്നു. അങ്ങനെ തൊട്ട് ഞാൻ വീഡിയോ ഇട്ടില്ലെന്ന് തോന്നുന്നു. വീഡിയോ ഇട്ടാ അതെനിക്ക് ഓർമ്മയില്ല. കയറി വന്നു അപ്പാപ്പ് താഴെ തോക്ക്, പിന്നെ പറന്നു വന്നിട്ട് കയ്യിൽ വെക്കണ്. പിന്നെ തോക്ക് കയ്യിലാണ്, പുള്ളിയുടെ കയ്യിലേ. ഫസ്റ്റ് തന്നെ ലിവറാണ് കേട്ടോ. ഹലോ അയ്യോ ഒച്ച ഉണ്ടാക്കിയില്ലേ. പോട്ടെ തോക്കെടുക്കടേ, തോക്ക് വേഗം എടുക്കടാ. പോട്ടെ തോക്കിലുണ്ട നടക്കട്ടെ. ഇതുവരെയായിട്ട് നമ്മൾ ഡെഡായിട്ടില്ല ഗൈസ്. സാധാരണ ഗ്രാനിക്ക് പിന്നെ പെട്ടെന്ന് ഡെഡാൻ വേണ്ടിയുള്ള ഇതോ പറ്റി. നമ്മൾ സൂക്ഷിച്ച് കളിക്കണം. ഗ്രാനിയിൽ കല്ല് വീഴണണ്ടാ. കല്ലിങ്ങനെ മേളിൽ നിന്ന് ഒന്ന് വീഴും. കല്ലൊക്കെ മേളിൽ നിന്നൊന്ന് വീഴണം. എങ്ങനെ ഇതിലങ്ങനെ മേളിൽ നിന്ന് ഒന്ന് വീണ് അണ്ട് മേളിൽ നിന്ന് ഒരു തിളങ്ങിയിട്ട് താഴെ വീണ് കല്ല്. 4 കല്ല് കയറ്റണോ അല്ലേ? 4 കല്ലിൻ്റെ സ്റ്റോറേജ് വേണം. സെറ്റ് ഒരിക്കും അടിച്ചിടാം. അതിനാകെ 3 മതി. 4 എന്തിനാ? ഒരു ഗെയിമിൻ്റെ ടഫില്ല, അതായിരിക്കും. തോക്കവിടെ കിടക്കട്ടെ. അപ്പാപ്പൻ കണ്ടുപിടിക്കാണ്ടിരുന്നാൽ മതി. ആ വഴി പോകണ്ട, കുറേ ഇറങ്ങേണ്ടി വരും. നമുക്ക് ഈ വഴി പോയാൽ പോരെ. ആ സ്റ്റെപ്പ് ഇറങ്ങി എത്തുമ്പോൾ ഇതിന് നമ്മൾ അങ്ങനെയാണില്ല. നമ്മൾ ഡിസിഷൻ മാറ്റി. നമുക്ക് ആ പ്ലാൻ വേണ്ട, നമുക്കത് വലിച്ചെറിയാം. ഞാൻ ചില സമയത്ത് അങ്ങനെ പോവും. ഞാൻ ആദ്യം പോകാൻ പോയതാണ്. അപ്പച്ചനും വലിയൊന്നുമില്ലല്ലോ. ഞാൻ പതുക്കെ ഇറങ്ങണ സീനുണ്ടോ? പോട്ടെ. ഞാൻ ആദ്യം ഗ്രാനി
ചാപ്റ്റർ 1 കളിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്കൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണ, എനിക്കൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഗ്രാനി ചാപ്റ്റർ 2 കയറ്റി ഡിലീറ്റ് ചെയ്തിട്ട്. ഇതെന്താണ് ബോട്ടൊക്കെ കിടക്കണ്ടല്ലോ, ഈ ബോട്ടും കൊണ്ട് എന്ത് ചെയ്യാനോ ഓരോരോ പേരുകൾ, അതും കുറേ സാധനങ്ങളും എനിക്കറിയില്ല. പിന്നെ ഗ്രാനി ചാപ്റ്റർ 3 ആയി, 3 വീട്. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അത്യാവശ്യം കളിക്കുന്നുണ്ട്. ഇതിൽ ഗ്രാൻഡ് പേന മാത്രമുണ്ട് ഞാൻ എടുത്തത്. കൊള്ളാമല്ല, ഇത് അത്യാവശ്യം നല്ലതല്ല. 1 എന്തോ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം എനിക്കിത് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ നൂബ് മാസ്റ്ററിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇത്രയും പഠിച്ചത്. ഇത്രയും നന്നായിട്ട് കളിക്കാൻ പറ്റണത്. ഇത് കഴിഞ്ഞല്ലേ, ആ കോയിന് അവിടെ കിടക്കട്ടെ. പോയി 2 മിച്ചത്തേക്ക് പുള്ളിയുടെ വെടി വരുന്നു. അമ്മാമില്ലല്ലേ, അമ്മാവോ മാറങ്ങട്ട്. ഇത് കഷ്ടമാണിത്. ഓക്കേ, 2 ബുള്ളറ്റെടുത്തോ. ഓക്കെ, 2 ബുള്ളറ്റെടുത്തു. പോട്ടെ. ഹൈ നമുക്ക് ആ സ്ഥലം പൊട്ടിക്കണം. ഇടാ ടെഡി തുറന്നു നോക്കില്ല. പ്ലാങ്കും കിട്ടിയല്ലേ, പൊളി. പോട്ടെ. കേറ്. എടാ ഓട്ടോമാറ്റിക്. അയ്യേ, നമുക്ക് ഇതും കൊണ്ട് വായെന്ന് കിട്ടണില്ല. ക്രോബാറും കൊണ്ടാളെ കിട്ടിയുള്ളൂ. ക്രോബാറേ ഉള്ളൂ കിട്ടിയുള്ളൂ. വായന്ന് കിട്ടണില്ലെന്നേ. ഈ സമയത്ത് അതുങ്ങൾ മയങ്ങി നിൽക്കണേന്. അപ്പോൾ നമുക്ക് ടെഡീനെ എടുത്തിട്ടോ. ടെഡി വേമ്പോ ഞാൻ പെട്ടെന്ന് കളിക്കണേ. എന്തോ ഒരു സ്റ്റെപ്പ് പറഞ്ഞല്ലേ, കാലൊക്കെ എടുക്കൂലേ റിയലായിട്ട് തുടങ്ങി. ഇങ്ങനെയൊക്കെ പോണം. റിയലായിട്ടൊക്കെ ചാടിയും അത് ഇത്ര സ്പീഡിൽ. അയ്യോ, സിലിണ്ടറിനൊക്കെ മുടിയില്ലല്ലേ. വീണു. സേഫ്. അവിടെ തുറക്കണം. നമുക്ക് ഇവിടെ നിന്ന് ചാടിയപ്പോഴേ വേണ്ട. വാടാ, ഇത് കഷ്ടമാണ്. ചാടി. അയ്യോ, ഇറങ്ങണ കാലം. ശരിക്കും പറഞ്ഞാൽ ഈ വഴി കൂടികളെ പോരാൻ പറ്റുള്ളൂ. എന്തുട്ട് ലിഫ്റ്റാണേ. കൂഞ്ഞിക്കൂടി ഇരുന്ന് പോവാനാ. കൂഞ്ഞിക്കൂടി ഇരുന്ന് പോകണം. അപ്പാപ്പനെ അമ്മൂമ്മയൊക്കെയാണ് കയറിയിരുന്നെങ്കിൽ എല്ലൊടിഞ്ഞു 2 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലൊടിഞ്ഞു 2 സെറ്റാണ്. 2 എല്ലൊടിഞ്ഞു. ഈ സമയത്ത് ചില സമയത്തൊക്കെ ഈ ഗ്രാൻഡ്പ ഇവിടെ ചുറ്റിട്ടിരിക്കും. ഗ്രാൻഡ്പ എപ്പോഴും മിക്ക സ്ഥലത്തും ഇവിടെയാണ്. ഇവിടെ എപ്പോഴും വരും. അപ്പോൾ ഗൈസ്, നമുക്ക് ഷെഡ് കിട്ടിയായിരുന്നു. ഗ്രാൻഡ്പ കണ്ട പറഞ്ഞു തീർന്നില്ല. പുള്ളിക്കാരനെത്തി. എന്ത് പറയാനാണ്. വാ. പുള്ളിക്കാരന് അത്യാവശ്യം സീനുണ്ടോ. 2 വന്നേക്കണ്. അയ്യോടാ, പാപ്പനെ നോക്കണ്. ഏറ്റില്ലേ. എടാ
ഞാൻ എന്തീ കാണിച്ച അയ്യോടോ ഇത് രണ്ടെണ്ണം ഇങ്ങനെ അപ്പാപ്പനെന്താ പറ്റിയെന്നും പറഞ്ഞ് നോക്കാൻ വന്നേക്കട അമ്മൂമ്മ. അപ്പാപ്പന നക്ഷത്രം ഉണ്ടാണ്. ആ സമയത്ത് അമ്മാമ്മതേ നോക്കണ സീനാണ്. കണ്ടില്ലേ എൻ്റെ പൊന്നോ. ആ കൊള്ളാട്ട ഷെഡ്ഗി ഹൈ ഹൈ തുറക്ക്. ഇങ്ങനത്തെയൊക്കെ വീട് വേണോ അല്ലേ? അതും ഗ്രാനിയുടെ കൂടെ നിൽക്കണമെന്നല്ല, ഇങ്ങനത്തെ ഒക്കെ ഉള്ള വീട് നമുക്ക് വേണം. സെറ്റായനെ വലിയ വീടാണ്. പോട്ടെ പോട്ടെ. വേഗം പോ. കോയിനെടുക്കാം. എന്താണെന്ന് പറയുമ്പോൾ ടിക്കറ്റ് എടുക്കാം. എന്നെങ്കിൽ ആ റോബോട്ട് വന്നിട്ട് ഒച്ച ഉണ്ടാക്കും. അതാണ് മെയിൻ പ്രശ്നം. വേഗം പോ. വേഗം പോ. അയ്യോ ഇത് മറന്നു. നിക്ക് തുരുമ്പെടുത്ത്. നമ്മുടെ തോക്ക് ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ എന്താ ഉറക്കടാ? തുറന്ന് ഉള്ളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്താ സുഖം. ട്രെയിനൊക്കെ അല്ലേ, അതുകൊണ്ട് ഗ്രാൻഡ് ഫെയൊക്കെ ടൂറുമാണ്. ആ സമയത്ത് സ്ലെൻഡ്രീന മറ്റേ കൊച്ചുമോനാ ഒരുത്തന്നില്ലേ സ്ലെൻഡ്രീനയുടെ മകൻ, അവരൊക്കെ എല്ലാവരും കൂടിയൊക്കെ ഒരു ടൂറ് ട്രെയിനിൽ. അടി ഗ്രാൻഡ് ട്രെയിൻ ഓടിക്കുന്നു. ആ പാട്ട് അംബാസഡറിലൊന്നും പോകാൻ പറ്റൂല, തുരുമ്പെടുത്ത വണ്ടി. ചിലപ്പോൾ ഗ്രാനി ഓടിക്കും വണ്ടി. ഏതോ ഗ്രാനി 2 അങ്ങനെ എന്തോട്ടല്ലേ. ഗ്രാനി 2 ആണ്. ആ 2 ഗ്രാനി നമ്മളെന്തോ കൊണ്ടുപോകണം അങ്ങനെ എന്തോട്ടയാണ്. അതാണ് ഇവിടൊക്കെയാണ്. അപ്പാപ്പൻ കണ്ട് പക്ഷേ എടാ നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ടല്ലോ. ഗണ്ണിലുണ്ടെന്നാന്നോ? എടീ ആക്സിലേറ്ററും കൂടി മതി. ആക്സിലേറ്ററും കൂടി മതി എസ്കേപ്പ് ചെയ്യാൻ. എൻ്റെ മോനെ സെറ്റ്. ഹൈ പുള്ളിക്കാരൻ എവിടെയാണ്? പോയാലാ? പോണോ വേണ്ടേ? അല്ല പോവാം. വേണ്ട പോവാല്ലേ? പതുക്കെ പോ. പുള്ളിക്കാരനൊന്നും വരില്ല. ഞാനാ ലുട്ടാപ്പി. അയ്യോ അമ്മേ, അമ്മച്ചി വന്നു. ഗ്രാനി അമ്മച്ചി. ഒന്നും കൂടി ശബ്ദം ഉണ്ടാവും. എന്നാലാണ് അമ്മച്ചി. പോയി. അയ്യോ എവിടെ പോയില്ലായിരുന്നു. ഇവിടെ ജസ്റ്റ് മിസ്സായിരുന്നു. അയ്യോ കുറച്ചു നേരം കൂടി നോക്കിയിരുന്നെങ്കിൽ അടിച്ച് തല കൊണ്ടാവും. അയ്യോ പോയാ നോക്കട്ടെ. പോയി ശബ്ദം കേട്ട് പോയി. പോയിക്കോ. എനിക്ക് റോബ്ലോക്സിൽ 99 നൈറ്റ്സ് കളിക്കണമെന്നുണ്ട്. കളിക്കണം. എത്ര നാളായി ഗ്രാനി കളിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്രാനി എടുത്തത്. ഇതെന്താണത്? റൂമിലെ TV അല്ലേ? ഗ്രാനിക്കും ഗ്രാൻഡ് പയ്ക്കൊക്കെ റൂമിലിരുന്ന് കാണാനാ. പഴയ സോഫ. TV എവിടെ? TV ഇത് ആ സൈഡിൽ ഡോറിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു.
അത്യാവശ്യം ജാമ്പവാലത്തെ കാലത്തുള്ളതാണ്. ആ വന്നു വന്നു വന്നു. പക്ഷെ ഇനി എനിക്ക് അങ്ങോട്ട് പോവാൻ പാടില്ല. ഈ തിരിഞ്ഞു നോക്കൽ എന്തിനാണ്? പക്ഷേ എൻ്റെ പൊന്നോ, എടാ മഞ്ഞില്ലല്ലോ. പോവാം. അമ്മട്ടി അമ്മച്ചി പോയി 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 പോടേ പോടേ. എൻ്റെ തോക്ക് കല്ലുകൾ പറക്കിയെടുക്കുക. പോട്ടെ. ഞാനാലുട്ടാപ്പി കുട്ടിച്ചോത്തുള്ളുട്ടാപ്പി. ഇവിടെ നിന്നൊന്നും കിട്ടിയില്ലല്ലേ? ഓ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ നിന്നല്ലേ ട്രെയിൻ കീ കിട്ടിയത്? ആ ട്രെയിൻ കീ ഇവിടെ നിന്ന്. ഗ്രാനി അമ്മച്ചി വരട്ടെ. ഗ്രാനേ ഹായ്. ഗ്രാണി വാ ഇങ്ങോട്ട്. എന്ത് പോക്കണത്? ഇവിടെ പോയി. മാഞ്ഞു പോയാ? എവിടെ? വലിച്ചെറിഞ്ഞ്. എവിടെ? എടാ ആരുമില്ലേ? എടാ എൻ്റെ ഉരുണ്ടുള്ള. എടാ എൻ്റെ ആകെ ഉരുണ്ടുള്ള. ഞാൻ എടുക്കെടുക്കെടുക്ക് കിട്ടി. ആകെ ഉരുണ്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും എടുത്ത്. എടാ സ്ക്രീൻഷോട്ടും കൊണ്ടാണെന്ന് തോന്നുന്നു ഉപകാരം. പക്ഷേ തോക്ക് അത്യാവശ്യം നല്ല ഐറ്റമുള്ളേ. ഓ രണ്ട് അമ്മേ ഇടോ ഇവിടെ കൊണ്ടില്ല. അയ്യോ ചത്ത് ചത്ത് ചത്ത്. ഓ രക്ഷോട്ട് രക്ഷോട്ട്. അയ്യോ ഹൈ ഹൈ ഹൈ. എൻ്റെ പൊന്നോ, ജസ്റ്റ് മിസ് റിവേഴ്സ് എടുത്ത് പോയി. അപ്പാപ്പൻ്റെ തിരുമോന്ത കണ്ടു. എന്തായാലും ഒരാൾ വെടി കൊണ്ടല്ലേ, ഒരാൾ കല്ലിനിട്ട് എറിയിട്ടണ തെറ്റല്ലേ? രണ്ടുപേർക്കും കിട്ടണം. കാല്. അയ്യോ ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ ഒന്നുമില്ല. ഇവിടെ എൻ്റെ ക്രോബാർ എന്തേ? ക്രോബാർ അതെവിടെയെങ്കിലും പോട്ടെ. അപ്പാപ്പം കണ്ടുപിടിക്കാണ്ടിരുന്നാൽ മതി തോക്ക്. അല്ലെങ്കിൽ ഫുള്ളും പുള്ളിയുടെ കയ്യിലാണ്. പോട്ടെ. പ്ലേസ് പോട്ടെ പോട്ടെ. ഇത് ഫ്യൂസാ? പക്ഷേ എന്തായാലും കിട്ടിയതല്ലേ, വലിച്ചെറിയാം.
എന്തായാലും കിട്ടിയതാ വലിച്ചെറളായി. അയ്യോ. എൻ്റെ പൊന്നു, ഒരു കാര്യം ഡെഡായിട്ടില്ല ഇതുവരെ. എൻ്റെ മോനെ, ഞാൻ ഡെഡാവണ്ടോ ഇതുവരെ ആയിട്ട് കളിക്കണ. യെസ് വേം വാടാ, ഇവിടെ നിന്ന് വരാത്ത. ഉണ്ട്, പക്ഷേ ഇവിടെ തന്നെ ഒന്നും എത്തിയല്ലോ. എന്ത് കഷ്ടമാണിത്. നിക്ക് നിക്ക് ഞാനാലോട്ടാപ്പി. ഇവിടെ ഇറങ്ങണ്ട. ഗായ്സ്, ഇവിടെ അപ്പാപ്പനുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ട് പുള്ളി. പോട്ടെ. യെസ്, ക്രോബാർ ഇവിടെയായിരുന്നു, ഞാൻ മറന്നുപോയി. ഇവിടെ ക്രോബാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ക്രോബാർ എവിടെയായിരുന്നു. കിട്ടി. പോട്ടെ, വേഗം പോടാ. ഹൈ. അയ്യോ, വേഗം പോടാ. ഓക്കെ, എത്താറായി. അവിടെ ആക്സിലേറ്റർ കിട്ടിയ മോനെ സെറ്റായിരിക്കും. യെസ്, ആക്സിലേറ്റർ എസ്കേപ്പ് ആയടാ. യെസ്, കമോൺ ഗായ്സ്, എസ്കേപ്പ്. അതും ഒരു ഡേയില. ചിലപ്പോൾ പറയാൻ പറ്റൂല, ഈ ഡേയിൽ ചിലപ്പോൾ പോവും. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാം. എടത് പിന്നെയും വന്ന. നേരത്തെ വന്നായിരുന്നേ. ഇയാളെന്താണ് അങ്ങോട്ടും പോണ? നിന്ന് ഞാൻ അങ്ങോട്ടും പോണ പോലെ അങ്ങോട്ടും പോണ്. പക്ഷെ എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എടുത്ത് വെടി വെച്ചിട്ടാണ്. തോക്കില്ല. എടാ പോടാ, ഇവനെന്താണ്? 3 കല്ലും സ്റ്റോറാണ്. പോട്ടെ. പോയി. അപ്പോൾ ഗൈസ്, എസ്കേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ വഴി എടുക്കാല്ലേ. കിളവൻ പോട്ടെ. ഹൈ. പോട്ടെ. യെസ്. എടാ, ഇങ്ങേർക്ക് എന്താണ് ഇവിടെ കാര്യം? എടാ, ഇയാൾക്ക് എന്താണ്? എസ്കേപ്പ് ചെയ്യാൻ പോലും സമ്മതിക്കില്ലല്ലോ ദുഷ്ടൻ. പക്ഷേ പോട്ടെ. വേമ്പോ. ഇയാള് ശല്യം ചെയ്യാൻ വന്നേക്ക. മനഃപൂർവ്വം വന്നതാണ്. ഇയാൾ മനഃപൂർവ്വം വന്നതാണ്. ദുഷ്ടൻ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണ്. ചിലപ്പോൾ എൻ്റെ കയ്യിൽ ആക്സിലേറ്റർ ഇടറുണ്ടാവും. അതാണ് മനഃപൂർവ്വം. ചതിയൻ. ഓഹോ, പുള്ളിക്കാരവിടെ ഗ്രാനിയാണെങ്കിൽ പൊടി തന്നെ. വേഗം അടക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു ഡേയിൽ തന്നെ
ഒരു ഡേ തന്നെടാ, ഒറ്റ 2 ദിവസത്തിൽ തന്നെ നമ്മൾ ഗായ്സ് എസ്കേപ്പായി ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി സ്പെഷ്യൽ. ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ എസ്കേപ്പായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഗൈസ് രണ്ടെണ്ണം അല്ല 3 സിലിണ്ടറിന് എന്തേ 3 ചമ്മയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി അപ്പം ഓക്കെ, ബൈ ബൈ.